ചില്ലീസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഇതിൻ്റെ ഇലകളിലൊക്കെ മണ്ണുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിൽ കൂടുതൽ നേരം കുക്ക് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ല ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതും പോകും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഐസ് വാട്ടർ സെറ്റ് ചെയ്ത് വെക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇതിൽ. ഇങ്ങനെ ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുക്ക് ആവുകയില്ല. അതേപോലെ അതിൻ്റെ പച്ച കളർ അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വെക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ഏലക്കായ, ഒരു ഗ്രാമ്പു, അതേപോലെ ഒരു തക്കോലത്തിന്റെ 2 പീസ്, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. കുരുമുളകിന്റെ ക്വാണ്ടിറ്റി എരിവിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ. പക്ഷെ ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ ഇത്രയും തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് മസാലയുടെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിന്റെ എല്ലാം മെഷർമെന്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മുഴുവനായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുത്തത്. ബാക്കിയെല്ലാം ഒന്ന് കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോൾ ഒരു 5-6 കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില, അതേപോലെ 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കസൂരി മേത്തി എന്തായാലും ചേർക്കണം, എന്നാലാണ് കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഈ കറിക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് ഞാൻ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം. അതായത് ഇതിന്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടും. അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും കറിക്ക്. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിട്ടുള്ള പാലക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 6-7 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ടൊക്കെ നമ്മുടെ പനീർ നന്നായിട്ട് കുക്കായി വരും. ഇപ്പൊ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറി കഴിക്കാൻ. ക്രീം ഇല്ലെങ്കിൽ കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചേർക്കണം, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.